സമയത്ത്, അതായത് നമ്മുടെ ലോകത്തെ മുഴുവൻ കൊറോണ എന്ന രോഗം അങ്ങനെ ഗ്രസിച്ച് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിട്ടുള്ള താരം ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് ഓർത്തത്, സർട്ടൻലി അമിതാഭ് ബച്ചൻ ആയിരിക്കും. അദ്ദേഹത്തിന് രോഗം വന്നത് പോയത് അതൊന്നുമല്ല. അതിനപ്പുറം അദ്ദേഹം എത്രത്തോളം ഇതേ സമയത്ത് നല്ല മെസ്സേജുകളായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് കൂടെ നിന്ന് സംസാരിക്കുന്നതായിട്ട്, തമാശയായിട്ട് ഓരോ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ദിവസവും 12 വർഷമായിട്ട് ബിഗ് ബി ഈസ് ദെയർ ഇൻ വ്ലോഗ്. എല്ലാ ദിവസവും അദ്ദേഹം ഓരോ കുറിപ്പ് എഴുതാറുണ്ട്. ആ കുറിപ്പുകളിൽ തന്നെ കളിയായും കാര്യമായും ലോകത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ഇനി എന്താ വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നതാര അമിതാഭ് ബച്ചൻ തന്നെ ആയിരിക്കും. മറ്റു പലരും ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ചിലരെങ്കിലും ഭയപ്പാടോടെ പ്രതികരിക്കുക, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എൻ്റെ കടമയാണല്ലോ എന്ന് വെച്ചിട്ട് ഫൈറ്റ് അഗെയിൻസ്റ്റ് കൊറോണ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെന്നി മാറി നിൽക്കുമ്പോൾ അമിതാഭ് അങ്ങനെയല്ല ചെയ്തത്. അമിതാഭ് ബച്ചൻ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഒരുപാടുണ്ട് അദ്ദേഹം ഇതേക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ. ഏറ്റവും അവസാനമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം, എങ്ങനെയായിരിക്കാം കൊറോണ വൈറസിന് ശേഷം, കൊറോണ കാലത്തിന് ശേഷം ഈ ലോകം പ്രതികരിക്കുക. പഴയതുപോലെ കെട്ടിപ്പിടിക്കാനും ഷേക്ക് ഹാൻഡ് നൽകാനും ഒക്കെ നമുക്കൊരു വിമുഖത ഉണ്ടാവുന്ന കാലത്തെക്കുറിച്ച് വരെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പഴയ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, തൻ്റെ ബ്ലോഗ് 12 വർഷം തികയ്ക്കുന്ന കാലത്ത് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ അമിതാഭ് ബച്ചൻ പോവാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത കാര്യങ്ങളില്ല എന്നതുപോലെ അദ്ദേഹം നമുക്കൊപ്പം നിന്നു. അമിതാഭ് ബച്ചനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ആ ഒരു റിസാലിയൻറ്റ്, അതിനെക്കുറിച്ചാണ് കൂടുതൽ ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണ വൈറസ് വന്നിട്ട് തിരിച്ചു വരുന്ന കാര്യം മാത്രമല്ല, ഞാൻ മറ്റൊരു അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്, ABCL കുറിച്ച് ഓർക്കുന്നുണ്ടോ? ABCL ഞാൻ ഓർക്കുന്നുണ്ട്. അത് ആദ്യം ലോഞ്ച് ചെയ്തപ്പം ആ ഇടയ്ക്കൊക്കെ ഒരു പത്രത്തിൻ്റെ ആദ്യത്തെ പേജ് ഫുൾ കവർ പരസ്യം എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജൊന്നും പരസ്യത്തിനൊന്നും പോകുകയെന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് കോമൺ. ഒന്നാമത് പത്രക്കാരിത് സമ്മതിക്കില്ല, അവരുടെ മുഖം തന്നെ വിൽപ്പനയ്ക്കെന്ന് പറയുന്നത്. രണ്ടാമത് അതിന് ഭയങ്കര പൈസയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ പേജ് പരസ്യത്തിലാണ് ABCL പരസ്യങ്ങൾ വന്നത്. മിസ് വേൾഡ് അവർ ലോഞ്ച് ചെയ്യുന്നത് വന്നത്, വലിയ താരങ്ങളുടെ ഒരു ബാങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ അറിയുന്ന കുറേ ആൾക്കാർ ആ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് കുറേ ആൾക്കാരുടെ ഫേസും അവരുടെ ഇതെല്ലാം വെച്ചിട്ട് താരങ്ങൾ ആരൊക്കെ വേണമെന്ന് ഡിക്ഷണറിയൊക്കെ പോലെ ഉണ്ടാക്കൽ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത ABCL 8 നില പൊട്ടുക എന്ന് പറഞ്ഞതുപോലെ പൊട്ടിയ സംഭവമായിരുന്നു നമ്മുടെ മിസ് വേൾഡ് പേജൻ്റ് ബാംഗ്ലൂരിൽ നടത്തിയത്. ഒന്നും ശരിയായില്ല. അദ്ദേഹത്തിന് 92 crore ആണ് അന്ന് കടം വന്ന് കയറിയത്. മറ്റാരാണെങ്കിലും തകർന്നു പോകുമായിരുന്ന ഒരു അവസ്ഥ. അദ്ദേഹം തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലോകം 2000-നെ വരവേൽക്കുമ്പോൾ ഞാൻ എൻ്റെ അധപ്പതനത്തിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് എത്രത്തോളം ഉയരത്തിൽ നിന്നാണ് ഞാൻ താഴേക്ക് പതിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നെന്ന് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. 92 കോടി ആ കാലത്ത് കട ഉണ്ടാവുക. അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, കടക്കാർ വന്ന് കഷ്ടപ്പെടുത്തുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, എങ്ങോട്ട് മകളുടെ കല്യാണം കഴിഞ്ഞ് ഒരുമാതിരി സേഫായെന്നല്ലാതെ ഇനി കുടുംബത്തോടെ എങ്ങനെ എന്നോർത്ത്, മോൻ ചെറിയ കുട്ടിയല്ല ടീനേജറാണ്, എന്ത് ചെയ്യും എന്നോർത്ത് നിന്ന കാലഘട്ടം. സിനിമയില്ല, പടം മാത്രമേ ഉള്ളൂ, അങ്ങനെയായിരിക്കും, അത്ര ചെറിയ പ്രായമല്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത്, ഋഷികേഷ് മുഖർജിയുടെ അടുത്ത് എന്നിട്ട് അദ്ദേഹം എനിക്കൊരു സിനിമ വേണം, ഗതികേടാണ് എന്ന് തുറന്നു പറഞ്ഞു. ബിഗ് ബി ആണെന്നൊന്നും കരുതില്ല. അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന സംവിധായകരെയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, ഇഫ് യു ഹെൽപ്പ് ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ ഓരോരുത്തരോടും ഞാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള ആ ഭാവമൊന്നുമില്ലാതെ, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഭാവിച്ചതായിട്ടറിയില്ല, അങ്ങോട്ട് ചോദിച്ച് മൊഹബത്തേൻ എന്ന സിനിമ വന്നു. മൊഹബത്തേൻ ഭാഗ്യം കൊണ്ട് സൂപ്പർ ഹിറ്റായി.
അതോടെ സിനിമകൾ ഓരോന്നായി വരാൻ തുടങ്ങി. പക്ഷേ 92 കോടി പിന്നെ പലിശയായിട്ട് വരികയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് കോൻ ബനേഗാ ക്രോർപതിയുടെ ആങ്കറായിട്ട് കിട്ടിയത്. അതിലേറ്റവും അദ്ദേഹം തന്നെ പറയുണ്ടായി, എൻ്റെ ആക്ടിങ് സ്കില്ല് ശരിക്ക് വെളിയിൽ കണ്ട സമയമാണ് അന്നത്തെ സിനിമകളും അന്നത്തെ ഈ കോൻ ബനേഗാ ക്രോർപതിയൊക്കെ. അതിലേറ്റവും പോയിസ്ഡായിട്ട് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യനെ പോലെ തമാശകൾ പറഞ്ഞ്, കോൻ ബനേഗാ ക്രോർപതിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ്, ഇമ്മീഡിയറ്റ് തമാശകളൊക്കെ അദ്ദേഹം മാത്രമാണ്. മറ്റേയാളെ റിലാക്സ് ചെയ്യിക്കുക. ഇപ്പോൾ എന്നെ എന്താ ചെയ്യുക, എന്നെ ഇപ്പം നാട്ടുകാർ വന്ന് തല്ലിക്കൊല്ലുമോ, കടം കൂടി എൻ്റെ ഫാമിലി പോവോ എന്നുള്ള വലിയൊരു അഗ്നി ഉള്ളിൽ ജ്വലിക്കുമ്പോഴും മുന്നിൽ വരുന്ന ആൾക്കാരെ, അതുപോലെ അവിടെ ഇരിക്കുന്ന ഫുൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. നമ്മൾ ചാർലി ചാപ്ലിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ആൾക്കാരെ ചിരിപ്പിച്ചത്, കോമഡി കാണിച്ചതെന്ന്. അതിനേക്കാൾ ഒട്ടും ചെറുതല്ല ഈ ഒരു വലിയൊരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ അദ്ദേഹം കാണിച്ച ഓരോ ഡെറ്റും, എല്ലാ കടവും വീട്ടിയാണ് ബിഗ് ബി എന്നതിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നതെന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുണ്ട്. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പോൾ ഈ രാത്രിയിൽ ഓർമ്മ വരുന്നത്. ചെറിയ പ്രശ്നങ്ങൾ അത് വരുമ്പോഴേ തളർന്നു പോകുന്ന ആൾക്കാർ, വലിയ കുഴിയിലേക്ക് വീഴുമ്പോൾ ഇനി എനിക്കൊരിക്കലും തിരിച്ചു മുകളിലെത്താൻ വയ്യ എന്ന മനസ്ഥിതി, അത് എന്നിലും നിങ്ങളിലും ഉണ്ട്, ഏറെയും കുറഞ്ഞു. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനി എത്ര പടികൾ ഉയരാനുണ്ട്, ആ പടികൾ എങ്ങനെ തിരിച്ചു കയറും എന്ന് ആലോചിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ ബിഗ് ബിയുടെ കഥ സഹായിക്കില്ലേ? സഹായിക്കണം. ശുഭരാത്രി.